കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോളിഡ്സ്, അതേപോലെ അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്താന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അവിടെ നമ്മൾ മോളിക്കുലാർ സോളിഡ്സ് പറഞ്ഞു. മോളിക്കുലാർ സോളിഡ്സിനെ വീണ്ടും നമുക്ക് മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം: നോൺ പോളാർ, പോളാർ ആൻഡ് ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്സ്. പിന്നെ അയോണിക് സോളിഡ്സ് ഉണ്ട്, മെറ്റാലിക് സോളിഡ്സ് ഉണ്ട്, കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സും ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ക്രിസ്റ്റൽ ലാറ്റിസസ് ആൻഡ് യൂണിറ്റ് സെൽസ് ആണ്. The main characteristic of crystalline solid is a regular and repeating pattern of constituent particles. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിനൊരു റിപ്പീറ്റിംഗ് പാറ്റേൺ ഉണ്ട്. പാർട്ടിക്കിൾസ് ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്തിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇഫ് ദ 3-dimensional arrangement of constituent particles in a crystal is repeated diagrammatically, in which each particle is depicted as a point, the arrangement is called crystal lattice. ഇങ്ങനെ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്ത് കിട്ടുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. Thus, a regular 3-dimensional arrangement of points in space is called crystal lattice. അപ്പോൾ പോയിന്റ്സ് എന്ന് പറയുന്നത് ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. ഈ പോയിന്റ്സ് അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസിന് 3-dimensional ആയിട്ടുള്ള റെഗുലർ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ലാറ്റിസിലെ ഏറ്റവും ചെറിയ പാർട്ടിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. കുറേ യൂണിറ്റ് സെൽസ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത്. ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ഒരു യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ യൂണിറ്റ് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് എഡ്ജസ് ഉണ്ട്, എ ബി സി. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, എ എന്ന് പറയുന്ന എഡ്ജ് ഉണ്ട്, ബി എന്ന് പറയുന്ന എഡ്ജ് ഉണ്ട്, സി എന്ന് പറയുന്ന എഡ്ജും ഉണ്ട്. അതിൽ എ ആൻഡ് ബി എന്ന എഡ്ജുകളുടെ ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. എ ആൻഡ് സിൻ്റെ ഇടയിലുള്ള ആംഗിളിനെയാണ് ബീറ്റ എന്ന് പറയുന്നത്. ബി ആൻഡ് സിൻ്റെ ഇടയിലുള്ള ആംഗിളിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു യൂണിറ്റ് സെല്ലിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. ആൻഡ് യൂണിറ്റ് സെല്ല്, ഇവിടെ യൂണിറ്റ് സെല്ലിനെ നമ്മൾ ബ്രേവിസ് ലാറ്റിസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദർ ആർ ഓൺലി 14 പോസിബിൾ 3-dimensional lattices and these are called Brevis lattices. അത് നമ്മൾ ഇവിടെ ഈ 14 ലാറ്റിസസും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അവിടെ ഈ യൂണിറ്റ് സെല്ല്, ഈ പിക്ചറിൽ ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള ക്യൂബിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഈ യൂണിറ്റ് സെൽസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു സ്ട്രക്ചറിനെയാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. അതിലെ ഓരോ പോയിന്റിനെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ്സ് എന്ന് പറയുന്നത് ചില കേസസിൽ ആറ്റംസ് ആവും, ചിലതിൽ മോളിക്യൂൾസ് ആവും, ചിലതിൽ അയോൺസ് ആയിരിക്കും. അപ്പോൾ ഇറഗുലർ 3-dimensional arrangement of points in space is called a crystal lattice. ഇതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. Characteristics of a lattice. Each point in a lattice is called lattice point or lattice site. അതിലെ ഓരോ പോയിന്റിനെയും, ആ പോയിന്റ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് ആവാം. അതിൽ ആ പോയിന്റിനെ നമ്മൾ പറയുന്നത് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ് എന്നാണ്. ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെൻറ്റ്സ് വൺ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ വിച്ച് മേ ബി ആൻ ആറ്റം, എ മോളിക്യൂൾ ഓർ ആൻ ion. Lattice points are joined by straight lines to bring out geometry of the lattice. ഈ ലാറ്റിസ് പോയിന്റ്സിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് geometry of the lattice കിട്ടുന്നത്. Characteristics of a unit cell. A unit cell is characterized by, first of all, its 3 dimensions along 3 edges A, B, C. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു A, B, C ആണ് അതിൻ്റെ 3 edges. These edges may or may not be mutually perpendicular. അത് ചില കേസസിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും, ചില കേസസിൽ അതിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കില്ല. അതിനനുസരിച്ചാണ് നമ്മൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ദ എഡ്ജസ് ആർ നോൺ ആസ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ബി ആൻഡ് സിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ്. ബീറ്റ ബിറ്റ്വീൻ എ ആൻഡ് സി
and gamma between A and B. Thus, a unit cell is characterized by 6 parameters A, B, C, alpha, beta and gamma. ഇവിടെ പിക്ചറിൽ വീണ്ടും ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ ബ്ലൂ കളറാണ് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ്. അതിനെയാണ് നമ്മൾ യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഓരോ പോയിന്റ് അതിനെയാണ് നമ്മൾ ലാറ്റിസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഈ യൂണിറ്റ് സെല്ലിനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം. പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആൻഡ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽസ്. അപ്പോൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആദ്യം എന്താ നോക്കാം. വെൻ ദ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് ഓൺലി ഓൺ ദ കോർണർ പൊസിഷൻസ് ഓഫ് ദ യൂണിറ്റ് സെൽ, ഇറ്റ് ഈസ് കോൾഡ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് അത് കോർണേഴ്സിൽ മാത്രം, ഈ ക്യൂബിൻ്റെ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു ക്യൂബിക്കൽ ഷേപ്പ് ആണല്ലോ. അപ്പോൾ ആ ക്യൂബിക്കൽ ഷേപ്പിൻ്റെ കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. Next is centered unit cell. When the unit cell contains one or more constituent particles present at positions other than corners in addition to those at corners is called centered unit cell. അപ്പോൾ ഇവിടെ കോർണേഴ്സിന് പുറമെ ഈ യൂണിറ്റ് സെല്ലിൻ്റെ വേറെ ഏതെങ്കിലും പൊസിഷനിലും കൂടിയും അവിടെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അത് ഒന്നോ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾസോ ആവാം. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമുക്കതിനെ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിനെ നമുക്ക് വീണ്ടും മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ച് എ യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് വൺ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ, ആറ്റം, മോളിക്യൂൾ ഓർ അയോൺ at its body center besides the ones that are at its corners. അപ്പോൾ കോർണേഴ്സിൽ കൂടാണ്ട് ആ യൂണിറ്റ് സെല്ലിൻ്റെ ബോഡി, അതായത് കറക്റ്റ് സെൻറ്റർ, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ബോഡീൻ്റെ ഉള്ളിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കാം. പിന്നെ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. സച്ച് എ യൂണിറ്റ് സെൽ കണ്ടെയ്ൻസ് വൺ കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ പ്രസൻറ്റ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഈച്ച് ഫേസ് ബിസൈഡ്സ് ദ വൺ ദാറ്റ് ആർ അറ്റ് ഇറ്റ്സ് കോർണേഴ്സ്. അപ്പോൾ ഫേസ് സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ ഓരോ ഫേസിൻ്റെയും സെൻറ്ററിൽ ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതിന് പുറമെ കോർണേഴ്സിലും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നത്. എല്ലാ ഫേസസിലും ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, പ്ലസ് കോർണേഴ്സിലും പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. Next is N-centered unit cell. In such a unit cell, one constituent particle is present at the center of any two opposite faces besides the ones present at its corners. അപ്പോൾ ഇവിടെ കോർണേഴ്സിന് പുറമെ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൽ, ഓപ്പോസിറ്റ് ഫേസസിൽ അവിടെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ഫേസസിലേ ഉണ്ടായിരിക്കും. ഫേസ് സെൻറ്റേർഡിൽ എല്ലാ ഫേസസിലും ഉണ്ടായിരിക്കും. എന്നാൽ എൻ സെൻറ്റേർഡിൽ ഇവിടെ ഏതെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഫേസസിൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിനെ നമ്മൾ മൂന്നാക്കി ഡിവൈഡ് ചെയ്തു. ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. നെക്സ്റ്റ് നമ്മൾ 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ഇൻ എ ക്രിസ്റ്റൽ. അപ്പോൾ നമ്മൾ യൂണിറ്റ് സെൽ, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് വിളിക്കാം. അതിനെ നമുക്ക് വീണ്ടും 7 ആക്കി ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു ടാബുലാർ കോളത്തിലാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം, 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആണുള്ളത്. ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോ റോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക്. ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. Next, 7 primitive unit cell and their possible variations at as centered unit cell. അപ്പോൾ ഈ 7 യൂണിറ്റ് സെല്ലിനെ വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂബിക്. അവിടെ ക്രിസ്റ്റൽ സിസ്റ്റം ക്യൂബിക് ആണെങ്കിൽ നമുക്കതിനെ പോസിബിൾ വേരിയേഷൻസ്, അത് വീണ്ടും 3 ടൈപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ് ഈസ് പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേർഡ് ആൻഡ് ഫേസ് സെൻറ്റേർഡ്. പ്രിമിറ്റീവ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ.
പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് ഉണ്ടാവും. ബോഡി സെൻറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണേഴ്സിലും ഉണ്ടായിരിക്കും, ബോഡീൻ്റെ സെൻറ്ററിലും ഉണ്ടായിരിക്കും, യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഫേസ് സെൻറ്റേർഡ്, എല്ലാ ഫേസസിൻ്റെ സെൻറ്ററിൽ ഉണ്ടായിരിക്കും, കോർണേഴ്സിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ പിക്ചർ നമ്മൾ ക്യൂബിക് ആണ് നേരത്തെ കണ്ടത്. അതിന് നമുക്ക് വീണ്ടും മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം. അവിടെ ആക്സിയൽ ഡിസ്റ്റൻസ് ഓർ എഡ്ജ് ലെങ്ത് പറയുന്നത് എല്ലാ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. എ ഇസ് ഈക്വൽ ടു ബി ഈക്വൽ ടു സി. 3 എഡ്ജസും സെയിം ലെങ്ത് ആയിരിക്കും. ആക്സിയൽ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ എല്ലാതും 90 ഡിഗ്രി ആയിരിക്കും. എക്സാമ്പിൾ NaCl, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ എക്സെട്ര. അടുത്തത് ടെട്രഗണൽ. ടെട്രഗണലിനെ നമ്മൾ വീണ്ടും രണ്ടാക്കി ഡിവൈഡ് ചെയ്യും. പ്രിമിറ്റീവ് ആൻഡ് ബോഡി സെൻറ്റേർഡ്. അവിടെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ടെട്രാഗണലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു ബി ബട്ട് നോട്ട് ഈക്വൽ ടു സി. അതായത് എ ആൻഡ് ബി എന്ന് പറയുന്ന എഡ്ജസ് സെയിം ലെങ്ത് ആയിരിക്കും, എന്നാൽ സി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെങ്ത് ആയിരിക്കും. സി ഡിനോട്ട് ചെയ്യുന്നത് അതിൻ്റെ ഹൈറ്റിനെയാണ്, ആ ക്യൂബിൻ്റെ ഹൈറ്റിനെയാണ്. അപ്പോൾ ആ സി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെങ്ത് ആയിരിക്കും. ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഓൾ ആർ 90 ഡിഗ്രി. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വൈറ്റ് ടിൻ ആണ്, SnO2, ടൈറ്റാനിയം ഡയോക്സൈഡ് ആൻഡ് CaSO4. നെക്സ്റ്റ് ഈസ് ഓർത്തോറോംബിക്. ഓർത്തോറോംബിക്കിനെ നമ്മൾ വീണ്ടും 4 ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രിമിറ്റീവ്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ് ആൻഡ് എൻ സെൻറ്റേർഡ്. എൻ സെൻറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ സെൻറ്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ഫേസസ് ഉണ്ടായിരിക്കുമല്ലോ, അതിൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇനി അതിൻ്റെ ആക്സിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ഇസ് നോട്ട് ഈക്വൽ ടു ബി വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു സി. അപ്പോൾ ഈ 3 എഡ്ജസും വ്യത്യസ്ത ലെങ്ത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പിന്നെ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഓൾ ആർ 90 ഡിഗ്രി. എക്സാമ്പിൾ റോംബിക് സൾഫർ, ദെൻ പൊട്ടാഷ്യം നൈട്രേറ്റ് ആൻഡ് ബേരിയം സൾഫേറ്റ്. നെക്സ്റ്റ് ഹെക്സഗണൽ. ഹെക്സഗണലിനെ നമ്മൾ ഒന്നാക്കിയിട്ട് കൺസിഡർ ചെയ്യണുള്ളൂ, ദാറ്റ് ഈസ് പ്രിമിറ്റീവ്. വേറെ സബ് ഡിവിഷൻസ് ഒന്നുമില്ല, പ്രിമിറ്റീവ്. അതിൽ എ ഈസ് ഈക്വൽ ടു ബി ബട്ട് നോട്ട് ഈക്വൽ ടു സി. അവിടെ ആൽഫ, ബീറ്റ both are equal to 90 degree whereas gamma is equal to 120 degree. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഗ്രാഫൈറ്റ്, ദെൻ ZnO, CdS etc. സിങ്ക് ഓക്സൈഡ് ആൻഡ് കാഡ്മിയം സൾഫൈഡ്. നെക്സ്റ്റ് ഈസ് റോംബോഹെഡ്രൽ ഓർ ട്രയഗണൽ. അതിനെ നമ്മൾ ഒന്നായിട്ടേ കൺസിഡർ ചെയ്യണുള്ളൂ, ദാറ്റ് ഈസ് പ്രിമിറ്റീവ്. വേറെ സബ് ഡിവിഷൻസ് ഒന്നും വരുന്നില്ല. അവിടെ എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു സി. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ആൽഫയും ബീറ്റയും ഈക്വൽ ആയിരിക്കും, പക്ഷേ ഗാമ ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. നെക്സ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കാൽസൈറ്റ്, കാൽഷ്യം കാർബണേറ്റ്, HgS, മെർക്കുറിക് സൾഫൈഡ്, സിന്നബർ എന്ന് പറയും. ദെൻ മോണോക്ലിനിക്. മോണോക്ലിനിക്കിനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം, പ്രിമിറ്റീവ് ആൻഡ് എൻ സെൻറ്റേർഡ്. അവിടെ എ ഇസ് നോട്ട് ഈക്വൽ ടു ബി ആൻഡ് ബി ഇസ് നോട്ട് ഈക്വൽ ടു സി. അപ്പോൾ 3 എഡ്ജസും ഡിഫറെൻറ്റ് ലെങ്ത്തിലായിരിക്കും ഉണ്ടാവുക, ഓർത്തോ റോംബിക് പോലെ തന്നെ. ഇവിടെ ആൽഫ ആൻഡ് ഗാമ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ബട്ട് ബീറ്റ ഇസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അതിൻ്റെ എക്സാമ്പിളാണ് മോണോക്ലിനിക് സൾഫർ, ദെൻ Na2SO4 10H2O. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ട്രൈക്ലിനിക്. അത് ഒരൊറ്റ ടൈപ്പുള്ളൂ, പ്രിമിറ്റീവ്. ഹിയർ എ ഇസ് നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഒന്നും 90 ഡിഗ്രി അല്ല എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. എക്സാമ്പിൾ K2Cr2O7 പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, ദെൻ CuSO4 5H2O, H3BO3 ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റും അതേപോലെ H3BO3. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ നമ്മളുടെ പോസിബിൾ വേരിയേഷൻസ്. അപ്പോൾ നമ്മൾ 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്താന്ന് പറഞ്ഞു, അതാണ് ഈ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 എണ്ണം കിട്ടും, 3+ ഇവിടെ 2 എണ്ണം കിട്ടും, 2. 3+2 +3. ഇവിടെ വീണ്ടും ഓർത്തോറോംബിക്കിനെ നമ്മൾ 4 ആക്കി ഡിവൈഡ് ചെയ്തു, സോ +4. പിന്നെ ഹെക്സഗണൽ 1 + 1, സോ റോംബോഹെഡ്രൽ +1.
മോണോക്ലിനിക്ക് 2 എണ്ണം ഉണ്ട്, സോ +2 ആൻഡ് ട്രൈക്ലിനിക്ക് 1 ഉള്ളൂ, സോ +1. അപ്പോൾ ഇതെല്ലാതും കൂടി പോസിബിൾ വേരിയേഷൻസ് എന്ന് പറയുന്നത് 14 എണ്ണമാണ് ഉള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14. അതുകൊണ്ടാണ് നമ്മൾ 14 ബ്രേവിയസ് ലാറ്റിസസ് ഉണ്ട് എന്ന് പറയുന്നത്. ഇതിനെ ഈ 7 പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഈ 14 ബ്രേവിയസ് ലാറ്റിസസ് പോസിബിൾ ആവുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് സിമ്പിൾ ക്യൂബിക്, അത് ഫസ്റ്റ് വണ്ണിൻ്റെ കേസാണ്. അതായത് ക്യൂബിക് എന്ന ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രിമിറ്റീവ്, അതിൻ്റെ പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ. പിന്നെ സെക്കൻഡ് വൺ ഈസ് ബോഡി സെൻറ്റേർഡ്, അതിൽ ഇവിടെ സെൻറ്ററിൽ ബോഡീൻ്റെ സെൻറ്ററിലുണ്ട്. പിന്നെ ഫേസ് സെൻറ്റേർഡ്, അപ്പോൾ എല്ലാ ഫേസസിൻ്റെ സെൻറ്ററിലും ഉണ്ടായിരിക്കും, കോർണേഴ്സിലും ഉണ്ടായിരിക്കും. ഇവിടെ ബോഡീൻ്റെ സെൻറ്ററിലുണ്ടായിരിക്കും, കോർണേഴ്സിലുണ്ടായിരിക്കും. അപ്പോൾ ക്യൂബിക്കിനെ നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്തു. നെക്സ്റ്റ് ഈസ് ടെട്രാഗണലിനെ നമ്മൾ 2 ആക്കി ഡിവൈഡ് ചെയ്തു, പ്രിമിറ്റീവ് ആൻഡ് ബോഡി സെൻറ്റേർഡ്. ഇതാണ് ടെട്രാഗണലിൽ പ്രിമിറ്റീവ് വരുന്നത്, ഇത് ടെട്രാഗണലിൽ ബോഡി സെൻറ്റേർഡ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഈസ് ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവ് ഉണ്ട്, അതാണ് ഈ പിക്ചർ. പ്രിമിറ്റീവിൻ്റെ ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവാണിത്, കോർണേഴ്സിൽ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ബോഡി സെൻറ്റേർഡ് ഉണ്ട്, കോർണേഴ്സിലും ഉണ്ട്, ബോഡീൻ്റെ സെൻറ്ററിലും ഉണ്ട്. പിന്നെ ബേസ് സെൻറ്റേർഡ്, അല്ലെങ്കിൽ നമുക്കതിനെ എൻ സെൻറ്റേർഡ് എന്ന് നേരത്തെ നമ്മൾ എൻ സെൻറ്റേർഡ് എന്ന പേരാണ് പറഞ്ഞത്, അതിൻ്റെ വേറൊരു പേരാണ് ബേസ് സെൻറ്റേർഡ്. അപ്പോൾ ബേസ് സെൻറ്റേർഡ്, അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ 2 ഓപ്പോസിറ്റ് സൈഡ്സിൽ പാർട്ടിക്കിൾസ് വരുന്നുണ്ട്, പ്ലസ് കോർണേഴ്സിലും പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ എൻ സെൻറ്റേർഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബേസ് സെൻറ്റേർഡ് എന്ന് വിളിക്കാം. പിന്നെ ഫേസ് സെൻറ്റേർഡ്, അപ്പോൾ കോർണേഴ്സിലും ഉണ്ട്, എല്ലാ ഫേസസിലും ഉണ്ട്. നെക്സ്റ്റ് ഈസ് ഹെക്സഗണൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഒരു പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് പ്രിമിറ്റീവ് മാത്രമേ പോസിബിൾ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ കോർണേഴ്സിൽ മാത്രം കാണിച്ചിട്ടുള്ളത്. പിന്നെ റോംബോഹെഡ്രൽ, നമ്മളൊന്ന് ചെരിച്ച് വെച്ചതാണ്, റോംബോഹെഡ്രൽ സ്ട്രക്ചർ ഒന്ന് ചെരിച്ച് വെച്ചതാണ്. അപ്പം റോംബോഹെഡ്രൽ സ്ട്രക്ചറിൽ പ്രിമിറ്റീവ് മാത്രമേ പോസിബിൾ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ കോർണേഴ്സിൽ മാത്രം പാർട്ടിക്കിൾസ് കാണുന്നത്. നെക്സ്റ്റ് ഈസ് മോണോക്ലിനിക്കിനെ നമുക്ക് 2 ആക്കി ഡിവൈഡ് ചെയ്യാം. ആ ടാബുലാർ കോളത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മോണോക്ലിനിക്കിനെ നമുക്ക് സിമ്പിൾ അല്ലെങ്കിൽ പ്രിമിറ്റീവ് തന്നെയാണ് സിമ്പിൾ എന്ന് പറയുന്നത്. സിമ്പിൾ മോണോക്ലിനിക് ആക്കാം, അതേപോലെ എൻ സെൻറ്റേർഡ് അല്ലെങ്കിൽ ബേസ് സെൻറ്റേർഡ് മോണോക്ലിനിക് ആക്കിയിട്ടും ഡിവൈഡ് ചെയ്യാം. അതാണ് ഓപ്പോസിറ്റ് ഫേസസിൽ പാർട്ടിക്കിൾസ് കാണുന്നത്, ആൻഡ് ഓൾസോ അറ്റ് ദ കോർണേഴ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഈസ് ട്രൈക്ലിനിക്കിനെ നമുക്ക് പ്രിമിറ്റീവ് എന്നൊരു ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കോർണേഴ്സിൽ മാത്രമാണ് പാർട്ടിക്കിൾസ് ഉള്ളത്. അപ്പോൾ ഈ 14 ബ്രേവിയസ് ലാറ്റിസസിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ആ ടെക്സ്റ്റത്തെ പിക്ചേഴ്സൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ഈസ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് ഉണ്ട് നോക്കാം. എ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ ഓൺലി ഹാസ് 8 ആറ്റംസ് ഇൻ ഇറ്റ്സ് കോർണേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ പ്രിമിറ്റീവിൻ്റെ കേസിൽ അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക്കിൻ്റെ കേസിൽ കോർണേഴ്സിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുള്ളൂ. ഈച്ച് ആറ്റം അറ്റ് എ കോർണേഴ്സ് ഈസ് ഷെയർഡ് ബിറ്റ്വീൻ 8 അഡ്ജസൻറ്റ് യൂണിറ്റ് സെൽ. അപ്പോൾ ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ക്യൂബിക് യൂണിറ്റ് സെല്ലിന് മാത്രമുള്ളതല്ല, അത് കോർണറിലായതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത യൂണിറ്റ് സെല്ലും അതിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് 8 യൂണിറ്റ് സെൽസിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ വരുന്നത്. അതുകൊണ്ട് 8 യൂണിറ്റ് സെൽസ് ആണ് ഒരു പെർട്ടിക്കുലർ കോർണറിൽ വരുന്ന ആറ്റത്തിനെ ഷെയർ ചെയ്യുന്നത്. ദെർഫോർ 4 യൂണിറ്റ് സെൽസ് ഇൻ ദ സെയിം പ്ലെയിൻ ആൻഡ് 4 above and below the plane, above or below the plane. Therefore, only 1/8 of an atom or molecule or ion actually belongs to a particular unit cell. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന് ഫുള്ളായിട്ട് ഒരു ആറ്റത്തിനെ കിട്ടുന്നില്ല, അതിൻ്റെ 1/8 പോർഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈച്ച് സ്മോൾ സ്ഫിയർ represent only the vertex and not the actual size. Such structures are called open structures. In all, since each cubic unit cell has 8 atoms on its corners, the total number of atoms in
one unit cell is 8 into 1 by 8, that is equal to 1. അപ്പോൾ 8 പാർട്ടിക്കിൾസ് 8 ആറ്റംസ് ഉണ്ട്. ആ 8 ആറ്റംസിൻ്റെ 1/8 പോർഷൻ മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 8 ഇൻറ്റു 1/8 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഈ പിക്ചർ കണ്ടാൽ ക്ലിയർ ആവുണ്ടാവും. ഇതാണ് ഇതിലെ പാർട്ടിക്കിൾസ്. അവിടെ 8 കോർണേഴ്സാണ്. ഇതാണ് നമ്മളുടെ സിമ്പിൾ അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. അവിടെ 8 കോർണേഴ്സാണ് ഉള്ളത്. 8 കോർണേഴ്സിലും 8 പാർട്ടിക്കിൾസ് ഉണ്ട്. അതാണ് ഈ അറേഞ്ച്മെൻറ്റ് കാണുന്നത്. അപ്പോൾ നമ്മളിതിനെ ക്യൂബിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു പോർഷൻ മാത്രമാണ് ഈ ആറ്റത്തിൻ്റെ ഇവിടെ ഈ ക്യൂബിന് കിട്ടുന്നുള്ളൂ. അങ്ങനെ ഓരോ ആറ്റത്തിൻ്റെയും 1/8 പോർഷനേ കിട്ടുള്ളൂ. അങ്ങനെ 8 1/8 പോർഷൻ ഉണ്ട്. ഇവിടെ ഒന്ന് 1/8, ഇവിടെ രണ്ടാമത്തെ 1/8, ഇവിടെ തേർഡ് വൺ, ഫോർത്ത് വൺ. അതേപോലെ താഴെ ഉണ്ടായിരിക്കും. ഇവിടെ 1 2 3 4 അങ്ങനെ മുകളിൽ 1/8 പോർഷൻ 4 എണ്ണം കിട്ടും. താഴെയും 1/8 പോർഷൻ 4 എണ്ണം കിട്ടും. അതാണ് 8 എണ്ണം വരുന്നത്. അപ്പോൾ 8 ഇൻറ്റു 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഒന്നിച്ച് നോക്കുമ്പോൾ ഒരൊറ്റ ആറ്റം മാത്രമാണ് നമ്മളുടെ സിമ്പിൾ യൂണിറ്റ് സെൽ അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ടുള്ളത് എന്ന് പറയാം. So number of atoms in a simple അല്ലെങ്കിൽ primitive unit cell is equal to 1. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 into 1/8 that is equal to 1. നെക്സ്റ്റ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് നോക്കാം. എ ബോഡി സെൻറ്റേർഡ് അതിൻ്റെ ഷോർട്ട് ഫോം ആണ് BCC. യൂണിറ്റ് സെൽ ഹാസ് ആൻ ആറ്റം അറ്റ് ഈച്ച് ഓഫ് ഇറ്റ്സ് കോർണേഴ്സ് ആൻഡ് ഓൾസോ അറ്റ് വൺ ആറ്റം അറ്റ് ഇറ്റ്സ് ബോഡി സെൻറ്റർ. അപ്പോൾ ഇതാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ പിക്ചർ. അവിടെ കോർണേഴ്സിലും ഉണ്ട്, പിന്നെ ബോഡീൻ്റെ സെൻറ്ററിലും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ സ്ഫെറിക്കൽ രീതിയിലുള്ള ആ പിക്ചർ ഒന്ന് നോക്കി നോക്കാം. കോർണേഴ്സിലും ഉണ്ട്, പിന്നെ ബോഡിയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ക്യൂബിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുത്താൽ നേരത്തെ പറഞ്ഞ പോലെ 1/8 പോർഷൻ 8 എണ്ണം വരും. പ്ലസ് ബോഡീൻ്റെ സെൻറ്ററിൽ കൃത്യമായിട്ട് ഒരു ആറ്റം അതിന് സ്വന്തമായിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു ദിസ് യൂണിറ്റ് സെൽ ഓൺലി. വേറെ യൂണിറ്റ് സെൽസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. സോ ഇത് ഫുള്ളായിട്ട് ഈ യൂണിറ്റ് സെല്ലിന് സ്വന്തമായിട്ട് അവകാശപ്പെട്ട ആറ്റമാണ്. അപ്പോൾ നമുക്കതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് നോക്കാം. 8 corners into 1/8 per corner, that is equal to 8 into 1/8, that is equal to 1 atom. അപ്പോൾ കോർണറിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്. എല്ലാ കോർണർത്തേയും കൂടിയും ചേർക്കുമ്പോൾ 1 ആറ്റം കിട്ടും. പിന്നെ ബോഡിയിൽ ഒന്നുണ്ട്. അപ്പോൾ ബോഡിയിൽ ഒന്നാണുള്ളത്. സോ 1 into 1. ഒരു ബോഡിയിൽ ഒറ്റ ഒന്നാണുള്ളത്. സോ 1 into 1. So that is equal to 1. So total number of atoms per unit cell is 1 plus 1, that is equal to 2. അപ്പോൾ 1 എന്ന് പറയുന്നത് കോർണേഴ്സത്തെ എല്ലാത്തിൻ്റെയും കൂടിയും ചേർത്തിട്ട്, പിന്നെ 1 എന്ന് പറയുന്നത് അതിൻ്റെ ബോഡീൻ്റെ ഉള്ളിലുള്ളത്. സോ 1 plus 1 2. നെക്സ്റ്റ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. എ ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ അതിനെ നമുക്ക് FCC എന്ന് വിളിക്കാം. കണ്ടെയ്ൻസ് ആറ്റം അറ്റ് ഓൾ ദ കോർണേഴ്സ് ആൻഡ് അറ്റ് ദ സെൻറ്റേഴ്സ് ഓഫ് ഓൾ ദ ഫേസസ് ഓഫ് ഈച്ച് ക്യൂബ്. Thus a face centered unit cell has, അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾക്ക് അറിയുണ്ടാവും കോർണേഴ്സത്തെ 8 എണ്ണം. സോ 8 into 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആറ്റം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് 1 ആറ്റം. പിന്നെ ഫേസസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ യൂണിറ്റ് സെല്ലിൻ്റെ കേസിൽ 6 ഫേസ്ഡ് ആറ്റംസ് ആണ് ഉള്ളത്. 6 ഫേസസ് ആണ് വരുന്നത്. അപ്പോൾ 6 ഫേസസ് എന്ന് പറയുമ്പോൾ അവിടെ ഓരോ ഫേസിലും വരുന്നത് 2 യൂണിറ്റ് സെൽസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ ഹാഫ് പോർഷനേ കിട്ടുള്ളൂ. സോ ഹാഫ് ആറ്റം പെർ യൂണിറ്റ് സെൽ. സോ 6 ഫേസസ് ഉണ്ട്. അതിൽ ഓരോ 6 ഫേസസിലും ഹാഫേ കിട്ടുള്ളൂ. സോ 6 into 1/2 that is equal to 3 atom. So total atom per unit cell is 3. 3 എന്ന് പറയുന്നത് ഫേസ്, എല്ലാ ഫേസസത്തെയും കൂടിയും ചേർക്കുമ്പോൾ 3 കിട്ടും. 6 ഫേസസ് ഉണ്ട്. ഓരോ ഫേസും ഹാഫ് ആറ്റമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 3 എന്ന് പറയുന്നത്. 6 into half 1/2 that is equal to 3 plus 1 that is equal to total 4 atoms വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഒന്ന് നോക്കി നോക്കാം. ഇതാണ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. അതിൽ ഓരോ ഫേസിലും ഉണ്ട്, പ്ലസ് കോർണേഴ്സിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ക്യൂബിക്കായിട്ട് കട്ട് ചെയ്യുമ്പോൾ കോർണേഴ്സിലുള്ള 8 എണ്ണം വരുന്നുണ്ട്. അതുകൊണ്ട് 8 into 1/8. പിന്നെ ഫേസിൽ ഇങ്ങനെ ഹാഫായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഫേസത്തെ ഹാഫ് കിട്ടും, ഈ ഫേസത്തെ ഹാഫ്, അതേപോലെ അപ്പുറത്തത്തെ, അതേപോലെ
ഈ ഇതിൻ്റെ ബാക്കിൽ, പിന്നെ മുകളിലും താഴെയും, അങ്ങനെ ടോട്ടൽ 6 ഫേസസ് വരും. അതുകൊണ്ടാണ് 6 × 1/2 എന്ന് പറയുന്നത്. അതുകൊണ്ട് ടോട്ടൽ 3 കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ യൂണിറ്റ് സെൽ, അതിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലാണെങ്കിൽ നമ്മൾ പഠിച്ചു 8 × 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1, ഒരു ആറ്റമേ ഉള്ളൂ. പിന്നെ ബോഡി സെൻറ്റേർഡ് ആണെങ്കിൽ 8 × 1/8 1 പ്ലസ് ബോഡിത്തെ ഒന്നും, സോ 1 + 1 2 ആറ്റംസ് കിട്ടും. ഇനി ഫേസ് സെൻറ്റേർഡ് ആണെങ്കിൽ 8 × 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 6 ഫേസസ് ഉണ്ട്, സോ 6 × 1/2, ഓരോ ഫേസസിലും ഹാഫ് ആറ്റമേ വരുള്ളൂ, അതുകൊണ്ട് 1/2, സോ 3. So 3 + 1 total 4 atoms ആണ് total number of atoms in FCC, face centered unit cell. Next is closed packed structures. Packaging can be done in 3 ways, either 1 dimension, 2 dimension or 3 dimension. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 1 ഡയമെൻഷനും 2 ഡയമെൻഷനും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 ഡയമെൻഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 ഡയമെൻഷണൽ പാക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ക്ലോസ് പാക്കിംഗ് ഇൻ 1 ഡയമെൻഷൻ. There is only one way of arranging spheres in an one-dimensional closed packed structure, that is to arrange them in a row and touching each other. In this arrangement, each sphere is in contact with 2 of its neighbors. The number of nearest neighbors of a particle is called its coordination number. Hence, in this case, coordination number is 2. അപ്പോൾ 1 ഡയമെൻഷണൽ പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റോ ആയിട്ടാണ് അറേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതന്നെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന രീതിയിൽ, ഈച്ച് സ്ഫിയർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് അതർ സ്ഫിയേഴ്സ്. ഇനി ഇവിടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് അതിനോട് തൊട്ടിട്ട് എത്ര സ്ഫിയേഴ്സ് ഉണ്ട് നോക്കുക, അല്ലെങ്കിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്, അതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ നമ്മളുടെ ഒരു പോർഷൻ മാത്രമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ തൊട്ടിട്ട് ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്, ഇവിടെ ഒരു സ്ഫിയർ ഉണ്ട്. സോ കോർഡിനേഷൻ നമ്പർ ഈസ് 2. അപ്പോൾ എത്ര പാർട്ടിക്കിൾസ് അതിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോ അതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. സോ ദിസ് ഈസ് 1 ഡയമെൻഷണൽ ക്ലോസ്ഡ് പാക്കിംഗ്. നെക്സ്റ്റ്, close packing in 2 dimension. When the rows are combined touching each other, the crystal plane is obtained. The rows can be combined in 2 different ways. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള റോനെയാണ് നമ്മൾ 1 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ സിംഗിൾ റോസിനെ നമ്മൾ എങ്ങനെ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചാൽ, ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്താൽ നമുക്ക് 2 ഡയമെൻഷണൽ ക്ലോസ്ഡ് പാക്കിംഗ് കിട്ടും. When the particles placed in adjacent rows show a horizontal as well as vertical alignment and form squares. This type of packaging is called square close packing. We call the first row as A type row. The second row being exactly the same as the first one is called A type. Similarly, we may place more rows to obtain A type of arrangement. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുകയാണ്. അതേപോലെ തന്നെയാണ് സെക്കൻഡ് റോവും അറേഞ്ച് ചെയ്തത്. അതേപോലെ തന്നെയാണ് തേർഡ് റോവും അറേഞ്ച് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ എ ടൈപ്പ് അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കാം. ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ് ഈച്ച് സ്ഫിയർ ഈസ് ഇൻ കോൺടാക്ട് വിത്ത് 4 ഓഫ് ഇറ്റ്സ് നൈബേഴ്സ്. ദസ് ദ 2 ഡയമെൻഷണൽ കോർഡിനേഷൻ നമ്പർ ഈസ് 4. ഓൾസോ ഇഫ് ദ സെൻറ്റേഴ്സ് ഓഫ് ദീസ് 4 immediate neighboring spheres are joined, the square is formed. Hence the packing is called square close packing. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ ആയിട്ട് നമുക്ക് 4 ആണ് കിട്ടുക. കാരണം ഒരു സ്ഫിയർ തൊട്ടടുത്തുള്ള 4 സ്ഫിയേഴ്സ് ആയിട്ട് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്കിവിടെ കോർഡിനേഷൻ നമ്പർ 4 എന്ന് വിളിക്കാം. പിന്നെ if the centers of 4 immediate neighbors, തൊട്ടടുത്തുള്ള 4 നൈബേഴ്സിൻ്റെ സെൻറ്റേഴ്സ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വയർ ആണ് കിട്ടുക. അതുകൊണ്ട് നമുക്കിതിനെ സ്ക്വയർ ക്ലോസ്ഡ് പാക്കിംഗ് ഇൻ 2 ഡയമെൻഷൻ എന്ന് വിളിക്കാം. അതിൻ്റെ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് നമ്മൾ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് നമ്മൾ ഒരു ഫസ്റ്റ് റോയിൽ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യും. സെക്കൻഡ് റോയിൽ എന്ന് പറയുന്നത് ദ സെക്കൻഡ് റോ മേ ബി
placed above the first in a staggered manner such that its spheres fit in the depression of the first row. ഫസ്റ്റ് റോയിലെ ഡിപ്രഷൻ, അതായത് രണ്ട് സ്ഫിയേഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഡിപ്രഷൻ വരുമല്ലോ, ഒരു ഡിപ്രഷൻ വരുന്ന ആ പോയിന്റിലാണ് നമ്മൾ ഇവിടെ സ്ഫിയർ വെക്കുന്നത്. അപ്പോൾ അതതിനെ ബി ടൈപ്പ് അറേഞ്ച്മെൻറ്റ് എന്നാണ് വിളിക്കുക. ഇഫ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്ഫിയർ If the arrangement of the sphere in the first row is A type, the one in the second row is different and may be called as B type. When the third row is placed adjacent to the second in staggered manner, its spheres are aligned with those of the first layer. അപ്പോൾ മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് വീണ്ടും A type ആണ് വരിക. Hence this layer is also A type. The sphere of similarly placed fourth row will be aligned with those of the second row, B type. അപ്പോൾ ഫസ്റ്റ് റോ A type ആണെങ്കിൽ സെക്കൻഡ് റോനെ നമുക്ക് B type എന്ന് വിളിക്കാം. തേർഡ് റോ വീണ്ടും A type വരും, ഫോർത്ത് റോ വീണ്ടും B type വരും. Hence this type of arrangement is called AB type. In this case there are some empty places known as void. അവിടെ ഗ്യാപ്പ് വരുന്ന സ്പേസസിനെ നമ്മൾ വോയിഡ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്ക് ആ പിക്ചർ നോക്കി നോക്കാം. ഇതാണ് സ്ക്വയർ ക്ലോസ്ഡ് പാക്കിംഗ് അറേഞ്ച്മെൻറ്റ്. ഇവിടെ എ എന്ന് പറയുന്ന റോ ആണിത്. അതേപോലെ തന്നെയാണ്, ഇതാണ് ഫസ്റ്റ് റോ, അതേപോലെ തന്നെയാണ് സെക്കൻഡ് റോ അറേഞ്ച് ചെയ്തത്, അതേപോലെ തേർഡ് റോ, അതുപോലെ തന്നെയാണ് ഫോർത്ത് റോയും വരുന്നത്. ഇതിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഇങ്ങനത്തെ 4 സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ, പാർട്ടിക്കിൾസിൻ്റെ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പ് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ ക്ലോസ്ഡ് പാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്ഫിയറിൻ്റെ തൊട്ടടുത്ത് എന്ന് പറയുന്നത്, ഈ സ്ഫിയറിൻ്റെ തൊട്ടും കൊണ്ട് നിൽക്കുന്നത് 4 സ്ഫിയേഴ്സാണ്. 1 ഇത്, 2 ഇത്, 3 ഇത്, 4 ഇത്. അതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ഇതാണ് നെക്സ്റ്റ് വൺ ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ ഇതാണ് എ എന്ന് പറയുന്ന റോ, ഫസ്റ്റ് റോ. ബി എന്ന് പറയുന്ന റോ, ഈ എ എന്ന് പറയുന്ന റോൻ്റെ ഡിപ്രഷൻ, ഈ പോയിന്റിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്, രണ്ട് സ്ഫിയറിൻ്റെ ഇടയിലുള്ള പോയിന്റ്. ആ പോയിന്റിലാണ് നമ്മൾ ബീത്തെ സ്ഫിയർ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന ലെയർ എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും ഡിപ്രഷനിലാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ പാക്കിംഗ് ആണ് കിട്ടുന്നത്. ഒന്നും കൂടി ക്ലോസ്ഡ് ആയിട്ടാണ് പാർട്ടിക്കിൾസ് പാക്ക് ചെയ്തിട്ടുള്ളത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ. അപ്പോൾ അത് ബി ടൈപ്പ് അറേഞ്ച്മെൻറ്റ്. പിന്നെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തത് അതേപോലെയാണ് തേർഡ് റോ അറേഞ്ച് ചെയ്തത്. ഇതാണ് തേർഡ് റോ. ഇനി സെക്കൻഡ് റോ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തത് അങ്ങനെ തന്നെയാണ് ഫോർത്ത് റോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എ ബി പാറ്റേൺ എന്ന് വിളിക്കുന്നത്, എ ബി പാറ്റേൺ. ഇനി ഇതിത്തെ ഒരു സ്ഫിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോണ്ടാക്ട് വിത്ത് 6 അതർ സ്ഫിയേഴ്സ്. കണ്ടില്ലേ, 1 2 3 4 5 6 തൊട്ടടുത്തുള്ള 6 സ്ഫിയേഴ്സ് ആയിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മൾ ഈ സ്ഫിയേഴ്സിൻ്റെ ഒക്കെ ടച്ച് ചെയ്ത് നിൽക്കുന്ന സ്ഫിയേഴ്സിൻ്റെ ഒക്കെ സെൻറ്റർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെക്സഗണൽ ഷേപ്പാണ് കിട്ടുക. അതുകൊണ്ട് നമുക്കിതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് 2 രീതിയിൽ വരുന്നുണ്ട്, എ ടൈപ്പ്, അതേപോലെ തന്നെ എ ബി ടൈപ്പ്. അതിൽ എ ടൈപ്പിനെ വിളിക്കുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. കോർഡിനേഷൻ നമ്പർ ഈസ് 4. തൊട്ടും കൊണ്ട് നിൽക്കുന്ന പാർട്ടിക്കിൾസ് എത്രണ്ണുണ്ടോ അതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ 4 പാർട്ടിക്കിൾസ് ആണ് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ ഈസ് 4. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. 2 ഡയമെൻഷണൽ പാക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ഒരു സ്റ്റൈലാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന റോൻ്റെ മുകളിൽ ബി എന്ന് പറയുന്ന റോ ആണ് വരിക. അതിൽ എ എന്ന് പറയുന്ന റോൻ്റെ ഡിപ്രഷനിലാണ് ബി എന്ന് പറയുന്ന റോൻ്റെ സ്ഫിയേഴ്സ് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നത്. ഇനി ആ ഒരു ഡിപ്രഷനിൽ പ്ലേസ് ചെയ്യുന്നത് കാരണം നമുക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, അതിൽ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ ഗ്യാപ്പ് കൂടുതൽ വരുന്നുണ്ട്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആവുമ്പോൾ ഗ്യാപ്പ് കുറവാണ് വരുന്നത്. അതുകൊണ്ട് ഒന്നും കൂടി ക്ലോസ്ലി പാക്ഡ് ആണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. ഇനി അതിൽ
AB ടൈപ്പാണ്. ഫസ്റ്റ് റോനെ പോലെയാണ് തേർഡ് റോ വരുന്നത്, സെക്കൻഡ് റോനെ പോലെയാണ് ഫോർത്ത് റോ വരുന്നത്. അതിൽ ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് 6 അതർ സ്ഫിയേഴ്സ്. സോ ദ കോർഡിനേഷൻ നമ്പർ ഈസ് 6. ആ കോൺടാക്റ്റ് ഉള്ള സ്ഫിയേഴ്സിൻ്റെ സെൻറ്റർ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹെക്സഗണൽ ഷേപ്പ് കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കാണാം. ഈ വൈറ്റ് കളർ സ്പേസ് ഇല്ലേ, അതിന് എം ടി ഗ്യാപ്പുകളാണ്, അവിടെ ഒന്നുമില്ല. അതേപോലെ ഇവിടെയും ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വോയിഡ്സ്. അപ്പോൾ വോയിഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പാക്കിംഗ്, രണ്ട് രീതിയിലുള്ള പാക്കിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ 1 ഡയമെൻഷണൽ പാക്കിങ്ങും പറഞ്ഞു, 2 ഡയമെൻഷണൽ പാക്കിങ്ങും പറഞ്ഞു. ഇത് നന്നായി മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 3 ഡയമെൻഷണൽ പാക്കിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.